വയനാട് ജില്ലയിലും ശക്തമായി മഴ തുടരുകയാണ്. സുർജിത്ത് അയ്യപ്പത് മഴയുടെ തീവ്രഭാവത്തെക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചേരുകയാണ്. സുർജിത്ത്, വയനാട്ടിലെ എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം? ഗുഡ് മോർണിംഗ്. SKN, ഗുഡ് മോർണിംഗ്. എല്ലായിടത്തും മഴ വലിയ രീതിയിൽ കനത്ത രീതിയിൽ തന്നെ പെയ്യുകയാണ്. ഇന്നലെ ഒരു ഇടവേളയുണ്ടായിരുന്നു. ഇന്നലെ പകൽ കാര്യമായി മഴ പെയ്തില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല അവസ്ഥ. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും തുടരുകയാണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴക്കുറവുള്ള, ഒരുപക്ഷെ സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ മഴക്കുറവുള്ള പ്രദേശമാണ് മുള്ളംകൊല്ലി. മുള്ളംകൊല്ലിയിൽ പോലും മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വലിയ നാശം കഴിഞ്ഞ ദിവസങ്ങളായി പെയ്ത മഴയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നാശം മാനന്തവാടി താലൂക്കിലാണ് സംഭവിച്ചിട്ടുള്ളത്. തിരുനെല്ലി, പനമരം, പെരിയ, തവിഞ്ഞാൽ, എടവക, തൊണ്ടർനാട്, കാഞ്ഞിരക്കാട്, നല്ലൂർനാട്, എടവക തുടങ്ങിയ പഞ്ചായത്തുകളിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ജില്ലയിൽ 13 വീടുകൾ ഭാഗികമായി തകർന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്കുകൾ. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീടുകൾക്ക് മുകളിൽ വീണ് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഇത് മാത്രമല്ല, വിവിധ 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് 3 താലൂക്കുകളിലുമായി തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും മഴ കനത്തു തന്നെ തുടരുന്നു. പ്രത്യേകിച്ച് ഈ ചൂരൽമല, മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ പോലും മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ചൂരൽമല പുഴയിൽ നീരൊഴുക്ക് നേരത്തെ തന്നെ ഉണ്ട്. അത് ഇന്നലെ കുറച്ച് നീരൊഴുക്ക് താഴ്ന്നിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും നീരൊഴുക്ക് കൂടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ജില്ലയിലെ ജലാശയങ്ങളെല്ലാം, അതായത് പ്രധാനപ്പെട്ട അണക്കെട്ടുകളെല്ലാം സ്റ്റേബിൾ ആയ നിലയിലാണ്. അതായത് ബാണാസുര സാഗർ അണക്കെട്ടടക്കം അത്ര വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടില്ല. ആ റൂൾ കർവ് മറികടന്നാൽ മാത്രമേ അത് വെള്ളം തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. കബനി നദിയിലടക്കം നീരൊഴുക്ക് ഉയർന്നിട്ടുണ്ട്. SKN. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് നൽകിയത്.